പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഗുന്തർ സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിൻ്റെ WWE ഭാവിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. നിലവിലെ WWE ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഗുന്തർ അദ്ദേഹത്തിൻ്റെ ഡൊമിനൻ്റ് ആയിട്ടുള്ള IC ടൈറ്റിൽ റണ്ണ് 600 ദിവസവും പൂർത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുന്തറിനെ സംബന്ധിച്ച് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഡ്രീം മത്സരം ഉണ്ടായിരുന്നത് ഗുന്തർ വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മത്സരമായിരുന്നു. അതിൽ ബ്രോക്ക് ലെസ്നറിനെ പരാജയപ്പെടുത്തി ബ്രോക്ക് ലെസ്നറിന് കിട്ടിയ അതേ ഒരു ബീസ്റ്റ് മോഡ് പുഷ് ഗുന്തർ സ്വന്തമാക്കുമെന്നാണ് ആരാധകർ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിൻസ് മിക്മാനെതിരെ വന്ന ആരോപണങ്ങളിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ പേര് ഇൻഡയറക്റ്റായി മെൻഷൻ ചെയ്തതിന് ശേഷം ബ്രോക്ക് ലെസ്നറിന് ഫുൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് പുറത്തേക്ക് വന്നത്. ബ്രോക്ക് ലെസ്നറിനെ ഇൻ്റർവ്യൂവിൽ നിന്ന് പുറത്താക്കിയതും ബ്രോക്ക് ലെസ്നറിനെ ഗെയിമുകളിൽ നിന്ന് പുറത്താക്കിയതും അങ്ങനെയുള്ള പല ന്യൂസുകളും പുറത്തേക്ക് വന്നപ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവിൻ്റെ പ്ലാനുകളെല്ലാം ക്യാൻസൽ ചെയ്തപ്പോൾ ഇനി ഈ ഒരു ഡ്രീം മാച്ച് നടക്കാൻ സാധ്യത ഇല്ല എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇതിനെ സംബന്ധിച്ചൊരു ഇൻ്റർവ്യൂവിൽ ഗുന്തറിനോട് ചോദിച്ചപ്പോൾ ഗുന്തർ കൊടുക്കുന്ന മറുപടിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഗുന്തർ പറയുന്നത് ഈ ഒരു ഡ്രീം മാച്ചിനെ കുറിച്ച് തനിക്ക് നല്ലൊരു അറിവുണ്ടായിരുന്നു, തൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ബ്രോക്ക് ലെസ്നർ ഇനി തിരിച്ചു വരാൻ സാധ്യത ഇപ്പോൾ കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ മത്സരം നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നാൽ താൻ ഓപ്പൺ ആണ് ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതും ഗുന്തർ പറയുന്നുണ്ട്. അതായത് ബ്രോക്ക് ലെസ്നറിനെതിരെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബ്രോക്കിനെതിരെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ താൻ തയ്യാറാണെന്നാണ് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ പറയുന്നത്. അപ്പോൾ ബ്രോക്ക് നിലവിൽ WWE തിരികെ വരില്ല എന്നുള്ളത് ഗുന്തർ പറയാതെ പറഞ്ഞു പോകുന്നതാണ് നമുക്ക് ഇൻ്റർവ്യൂവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ WWE സൂപ്പർ ചാർട്സ് തന്നെ ബ്രോക്കിൻ്റെ റിട്ടേൺ ഇനി നടക്കാൻ സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ ആരാധകരെ സംബന്ധിച്ച് വിഷമകരമായ ഒരു കാര്യമാണെങ്കിൽ പോലും സത്യാവസ്ഥ ഇതാണ്. വിൻസ് മിക്മാനെതിരെ വന്ന അലിഗേഷൻസ് അതിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ പേര് ഉൾപ്പെട്ടതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. ബ്രോക്ക് ലെസ്നറിൻ്റെ എല്ലാവിധ ഓർമ്മകളും നിലവിൽ WWE കൃത്യമായി നീക്കം ചെയ്യുകയാണെന്നും നമുക്ക് ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.